Welcome to another video. Today's topic is about sound transducers and Hall effect transducers. And in sound transducer, we are discussing about the microphone, sound level meter, and just a speaker. Okay, so subject A12 sensors and transducers, and this is the last video of this ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ മൊഡ്യൂൾസിലെയും എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. അതായത് ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ നോട്ട്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ സൗണ്ട് ട്രാൻസ്ഡ്യൂസേഴ്സിനെ പറ്റി പലതരം ട്രാൻസ്ഡ്യൂസേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി സൗണ്ട് ട്രാൻസ്ഡ്യൂസർ എന്താണെന്നാണ് നോക്കാനുള്ളത്. സോ ഇറ്റ്സ് എ ഡിവൈസ് that converts sound signals into electrical signal or electrical signals into sound signals. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ സാധാരണ ഇതിലൊക്കെ കേട്ടിട്ടുള്ളത് മൈക്കും സ്പീക്കറും ഒക്കെയാണ് അല്ലേ. സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കുന്നു, അതുപോലെ ഇലക്ട്രിക്കൽ സിഗ്നലിനെ തിരിച്ച് സൗണ്ട് സിഗ്നൽ ആക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസേഴ്സിനെയാണ് സൗണ്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ, അതായത് സൗണ്ട് സിഗ്നൽസിന് ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കുന്നവരെ നമ്മൾ പറയുന്നത് ഇൻപുട്ട് സൗണ്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്നാണ്. ആൻഡ് മൈക്രോഫോൺ ഇസ് ദ എക്സാമ്പിൾ. In the second case, that is about converting the electrical signals into sound signal. They are known as the output sound transducers, and in this case the speaker will be the example. So sound transducers use electrical energy to create mechanical vibrations to disturb the surrounding air, producing sound, whether of an audible or inaudible frequency. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി, ഇപ്പൊ ഔട്ട്പുട്ട് ആണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിന്ന് നമ്മൾ സൗണ്ട് ആക്കി മാറ്റാണ്. സൗണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു വൈബ്രേഷൻ, മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആണ്. അതാണ് സറൗണ്ടിങ് എയറിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന മെക്കാനിക്കൽ വൈബ്രേഷൻസ് വരുന്നത്. ആ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആണ് ഒരു ഓഡിയോ സൗണ്ട് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ആ ഓഡിയോന് ഫ്രീക്വൻസി നമുക്കറിയാലോ, നമ്മളെ ശരിക്കും ഈ ഫ്രീക്വൻസി ബാൻഡിലെ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട്സ് മാത്രമാണ് നമുക്ക് ഓഡിബിൾ ആയിട്ടുള്ളൂ അല്ലെ. അതിലും കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ഓഡിബിൾ അല്ല ആ സൗണ്ട്. സോ ആ സൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സൗണ്ട് ഓഡിബിളോ ഇൻഓഡിബിളോ ആയിരിക്കാം. അതായത് ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേണമെങ്കിലും അവർക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ദ സൗണ്ട് ദാറ്റ് വി ഹിയർ ഇസ് ബേസിക്കലി മെയ്ഡ് അപ്പ് ഫ്രം മെക്കാനിക്കൽ വൈബ്രേഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻ ഓഡിയോ സൗണ്ട് ട്രാൻസ്ഡ്യൂസർ used to generate the acoustic waves. And for sound to be heard, it requires a medium for transmission, either through the air, liquid or a solid. So നമ്മൾ പറഞ്ഞ സൗണ്ട് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ തന്നെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആണ്. ഒരു ഓഡിയോ സൗണ്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആണ്. അപ്പൊ ആ സൗണ്ട് വേർഡ്സിനെ നമ്മൾ പറയുന്നതാണ് അക്കൗസ്റ്റിക്സ് വേർഡ്സ് എന്നാണ് സൗണ്ട് വേർഡ്സിനെ പറയുന്നത് കേട്ടോ. സോ അത് സൗണ്ട് നമുക്ക് കേൾക്കണമെങ്കിൽ ഈ വൈബ്രേഷൻസിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം കൂടി വേണം. അപ്പൊ മീഡിയം എന്ന് പറയുന്നത് എയറോ ലിക്വിഡോ സോളിഡോ എന്ത് വേണമെങ്കിലും ആവാം. വാക്വത്തില് സൗണ്ട് മൂവ് ചെയ്യില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അത്. അപ്പൊ ഒരു മീഡിയം വേണം മൂവ്മെന്റിന് വേണ്ടിയിട്ട്. So the audio sound transducers include both input sensor that converts sound into electrical signal as like a microphone, and output actuator that convert the electrical signal back to sound such as loudspeaker. Okay, ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ ഉള്ളൂ കേട്ടോ. സൗണ്ട് ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് മനസ്സിലായല്ലോ. മൈക്കും സ്പീക്കറും ആലോചിക്കുക. ഇപ്പൊ ഇലക്ട്രിക്കൽ ഇൻപുട്ട് സൗണ്ട് ട്രാൻസ്ഡ്യൂസർ ആണ് മൈക്ക്. ഇലക്ട്രിക്കൽ എന്ന് അല്ല, മൈക്ക് എന്താ സൗണ്ട് എന്ന് ഇലക്ട്രിക്കലാക്കി മാറ്റുന്നു. അതായത് മെക്കാനിക്കൽ വൈബ്രേഷൻസിനെ നമ്മൾ ഇലക്ട്രിക്കലാക്കി മാറ്റുകയാണ്. ആൻഡ് ഇതിനെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ സൗണ്ട് സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇനി മൈക്രോഫോണിന്റെ വർക്കിംഗ് നോക്കാം. സോ ഇൻപുട്ട് സൗണ്ട് ട്രാൻസ്ഡ്യൂസർ. മൈക്രോഫോൺ ഇറ്റ്സ് എൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് കൺവേർട്സ് സൗണ്ട് ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. So basically it's a transducer that converts one form of energy to another form. So it takes sound wave over the variation in pressure of air as input and gives electrical signal as an output. മനസ്സിലായല്ലോ. സൗണ്ട് വേവിനെയോ അതല്ലെങ്കിൽ സൗണ്ട് വേവ് എന്ന് പറയുന്നത് എന്താ, ഈ വൈബ്രേഷൻസ് ആണ്. സോ നമ്മളുടെ പ്രഷറിൽ ഉണ്ടാവുന്ന, അതായത് എയറിന്റെ പ്രഷറിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് അവരെ ഇൻപുട്ട് ആക്കി എടുക്കുന്നു, എന്നിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഔട്ട്പുട്ട് ആക്കി കൊടുക്കുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോഫോൺസ് അവൈലബിൾ ആണ്. ഓരോന്നിലും ഡിഫറെന്റ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത് ഈ സൗണ്ടിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മോസ്റ്റ് കോമൺ ടൈപ്സ് എന്ന് പറയുമ്പോൾ കാർബൺ മൈക്രോഫോൺ, മൂവിംഗ് അയൺ മൈക്രോഫോൺ, മൂവിംഗ് കോയിൽ മൈക്രോഫോൺ, ഡ്രിബൺ മൈക്രോഫോൺ, പീസോ ഇലക്ട്രിക് മൈക്രോഫോൺ, ഇലക്ട്രിക് കപ്പാസിറ്റർ മൈക്രോഫോൺ. ഒരുപാട് കാറ്റഗറി ഉണ്ട്. നമുക്ക് AV വീഡിയോ എന്നൊരു സബ്ജക്ട് ഉണ്ടായിരുന്നു. അത് പഴയ സിലബസിലാണ് കേട്ടോ. അതിൽ നമ്മൾ ഓരോ
മൈക്രോഫോൺസിന്റെയും സ്ട്രക്ചറും കൺസ്ട്രക്ഷനും എല്ലാ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് അത്രയൊന്നും വേണ്ട, നമുക്ക് ഈ ഒരു സൗണ്ട് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ കാറ്റഗറിയിൽ പറഞ്ഞു പോയാൽ മതി. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഡീപ്പായിട്ട് പോകുന്നില്ല. സോ ജനറലി ഈ മൈക്രോഫോൺസ് ആംപ്ലിഫയർ വെച്ചിട്ട് ആംപ്ലിഫയർക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽസ് വളരെ ചെറിയ സിഗ്നൽസ് ആയിരിക്കും. അപ്പൊ അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് വേണം അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട്. സോ ബിക്കോസ് ദ ഇലക്ട്രിക് സിഗ്നൽ ജനറേറ്റഡ് ബൈ എ മൈക്രോഫോൺ ഇസ് വെരി സ്മോൾ ആൻഡ് മെഷേർഡ് ഇൻ മില്ലി വോൾട്ടിലാണൊക്കെ മെഷർമെന്റ്. സോ അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ആംപ്ലിഫയേഴ്സ് മോഡിഫൈ ദ സൗണ്ട് ക്വാളിറ്റി ആസ് പെർ അവർ റിക്വയർമെന്റ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഇനിയിപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോഫോൺസ് എന്ന് പറഞ്ഞു. ഏത് ടൈപ്പ് ആണെങ്കിലും അവർക്കൊക്കെ കോമൺ ആയിട്ടൊരു സംഭവം ഉണ്ട്. അതാണ് നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്നത്. അതായത് ഡയഫ്രം എന്ന് പറയുന്നത് ഭയങ്കര തിന്നായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അത് സൗണ്ടിനനുസരിച്ച് മൈക്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ സൗണ്ടിനനുസരിച്ച് ഈ ഡയഫ്രം മൂവ് ചെയ്യുന്നു. ഈ ഡയഫ്രം മൂവ് ചെയ്യുന്ന ആ മൂവ്മെന്റ് ആണ്, മെക്കാനിക്കൽ വൈബ്രേഷൻസ് ഉണ്ടാവുന്നത് ആ ഡയഫ്രത്തിലാണ് വരുന്നത്. ആ മൂവ്മെന്റിനെയാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യേണ്ടത്. അത് ഓരോ എന്താ പറയാ, ഓരോ മൈക്രോഫോൺ ഓരോ രീതിയിലാണ് ചെയ്യുക. ഇപ്പൊ മൂവിങ് കോയിൽ മൈക്രോഫോൺ എന്ന് പറഞ്ഞു, അതാണെങ്കിൽ രണ്ട് മാഗ്നറ്റിന്റെ ഇടയിൽ ഒരു കോയിൽ മൂവ് ചെയ്യാണ്. സോ ഓഫ് കോഴ്സ് എന്തുണ്ടാവും, മാഗ്നറ്റിന്റെ ഇടയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ അതിലൊരു കോയിൽ മൂവ് ചെയ്യുന്നു. അപ്പൊ എന്തുണ്ടാവും, ചേഞ്ച് ഓഫ് കോഴ്സ് അതിനകത്ത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് വരുമ്പോൾ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ആവാം. റിബൺ മൈക്രോഫോൺ ഉണ്ട്, അതുപോലെ കപ്പാസിറ്റർ മൈക്രോഫോൺ ഉണ്ട്. കപ്പാസിറ്റർ ആണെങ്കിൽ അതിന്റെ ഒരു പ്ലേറ്റ് ഫിക്സഡ് ആയിരിക്കും, അടുത്ത പ്ലേറ്റ് ആണ് ഈ ഡയഫ്രായിട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പൊ മൂവ്മെന്റ് അനുസരിച്ച് ആ പ്ലേറ്റ് മൂവ് ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് എന്തുണ്ടാവും, അതിനനുസരിച്ച് ഓഫ് കോഴ്സ് അതിന്റെ ഈ കപ്പാസിറ്റൻസിൽ ചേഞ്ച് വരും. അപ്പൊ അതിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആക്കാം. അങ്ങനെ ഓരോന്നിനും ഓരോരോ വർക്കിംഗ് പ്രൊസീജിയർ ആണുള്ളത്. Okay, so different types of microphones have different ways of converting energy, but they all share one thing in common, the diaphragm. This is a thin piece of material like paper avam, plastic avam, aluminum avam, which vibrates when it is struck by sound waves. Okay, when the diaphragm vibrates, it causes other components in the microphone to vibrate. But diaphragm നമ്മളുടെ സൗണ്ട് വേവ് അനുസരിച്ച് അത് തിൻ പീസ് ആയതുകൊണ്ട് തന്നെ അത് വൈബ്രേറ്റ് ചെയ്യുന്നു. അതിന്റെ വൈബ്രേറ്റിനനുസരിച്ചിട്ട് നമ്മളുടെ ബാക്കി കമ്പോണൻസ് വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ ഓരോ കമ്പോണന്റ് നേരത്തെ പറഞ്ഞില്ല, ഒന്നിൽ കോയിൽ ആവാം, അടുത്തതിൽ റിബൺ ആവാം, അതല്ലെങ്കിൽ കപ്പാസിറ്റർ പ്ലേറ്റ് ആവാം, പലതും ആവാം. ഓരോ സ്ട്രക്ചർ അനുസരിച്ച് അത് മാറും. എന്തായാലും ബാക്കി കമ്പോണൻസ് ഇത് ഡയഫ്രത്തിന്റെ വൈബ്രേഷന് കറസ്പോണ്ട് ചെയ്തിട്ട് അവരും വൈബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ആ വൈബ്രേഷനെയാണ് കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നത്. കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ കറന്റ് വിച്ച് ബിക്കംസ് ദ ഓഡിയോ സിഗ്നൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ മൈക്രോഫോണിനെ പറ്റി പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഇനി സ്പീക്കർ, ഇപ്പോ നമുക്ക് ചെറിയ സ്പീക്കറൊക്കെ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊളിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലും ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഡയഫ്രം എന്നുള്ള ആ സ്ട്രക്ചർ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മാഗ്നറ്റിസം ഡയഫ്രം ഒക്കെ അതിനകത്ത് കണ്ടിട്ടുണ്ടാവും. സോ സ്പീക്കറും യൂസ് എന്താണ്, നമുക്കറിയാലോ, സൗണ്ട് കേൾക്കാനാണ്. സോ ഇലക്ട്രിക്കലിന്ന് അത് സൗണ്ട് എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദ യൂസ് ഓഫ് അതൊരുണ്ട്. മൈക്രോഫോണിന്റെ യൂസ്, സ്പീക്കർ ഇല്ലെങ്കിൽ പിന്നെ മൈക്രോഫോൺ ഉണ്ടായിട്ട് എന്താണ് കാര്യം? നമ്മൾ റെക്കോർഡ് ചെയ്തത് എന്താണ്, ഓഫ് കോഴ്സ് നമുക്ക് കേൾക്കാനാണ് അല്ലേ. കേൾക്കണമെങ്കിൽ എന്ത് വേണം, സ്പീക്കർ എന്നുള്ള സിസ്റ്റം എന്തായാലും വേണം. സോ ദ യൂസ് ഓഫ് മൈക്രോഫോൺ ഇസ് ലിറ്റിൽ അൺലെസ് ദർ ഇസ് എ ട്രാൻസ്ഡ്യൂസർ ഫോർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവിടെ സൗണ്ട് ടു ഇലക്ട്രിക്കൽ ചെയ്താൽ ഓഫ് കോഴ്സ് നമുക്ക് ഇലക്ട്രിക്കൽ ടു സൗണ്ട് ചെയ്യണം. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൺവേർഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് യൂസ് ഉണ്ടാവത്തുള്ളൂ. സോ ദ ട്രാൻസ്ഡ്യൂസേഴ്സ് ലൈക്ക് എ സ്പീക്കർ, buzzer, horn, they are output sound actuators that can produce sound from an input electrical signal. The function of a sound actuator is to convert the electrical signals into sound waves with a close resemblance to the original input signal to a microphone. ഇപ്പൊ മൈക്കിലേക്ക് കൊടുത്ത ഇൻപുട്ടിന് സെയിം ആയിട്ട് തന്നെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. അതിന് ഓൾമോസ്റ്റ് ഇപ്പോൾ എക്സാക്ട്ലി കിട്ടിയില്ലെങ്കിൽ തന്നെ അത്രയും സെയിം ആയിട്ട് തന്നെ അതിന്റെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, സൗണ്ട് സിഗ്നൽസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്പീക്കറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ സ്പീക്കറിനും ഇതുപോലെ തന്നെ ശരിക്കും രണ്ട് ടൈപ്പ് സ്പീക്കറാണ്, കോൺ ടൈപ്പ്, ഹോൺ ടൈപ്പ് എന്നുള്ള രണ്ട് ടൈപ്പ് സ്പീക്കർ ഉണ്ട്. അപ്പോൾ ഇവിടെയും വരുന്നത് ഡയഫ്രം തന്നെയാണ് കേട്ടോ. ഇപ്പൊ സ്പീക്കർ കോണിന് ഡയഫ്രം എന്നും പറയാം. സോ ദിസ് ഇസ് ദ മെയിൻ സ്പീക്കർ കമ്പോണന്റ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് എ സൗണ്ട് വേവ്. ഈച്ച് ടൈം ഇറ്റ് മൂവ്സ് എയർ ബാക്ക് ആൻഡ് ഫോർത്ത് റാപ്പിഡ്ലി. അപ്പൊ ഇതും മൂവ്മെന്റ് തന്നെയാണ്. അങ്ങനെ മൂവ്മെന്റിനനുസരിച്ച് ആ എയറിലുള്ള മൂവ്മെന്റ് വരുന്നു, അങ്ങനെ സൗണ്ട് എൻലാർജ് ചെയ്തിട്ട് വരികയാണ് ചെയ്യുന്നത്. സോ ദീസ് ആർ ടിപ്പിക്കലി മെയ്ഡ് ഓഫ് ലൈറ്റ് വെയ്റ്റ് ബട്ട് സ്റ്റിഫ് മെറ്റീരിയൽസ് ലൈക്ക് പ്രസ്ഡ് പേപ്പർ, പ്ലാസ്റ്റിക്, കാർബൺ ഫൈബർ, ഈവൻ തിൻ മെറ്റൽ. അതുകൊണ്ട് തന്നെയാണ് ഇതും ചെയ്യുന്നത്.
സോ ഇതിലും വർക്കിംഗ് ഇതിങ്ങനെ തന്നെയാണ് വരുന്നത്. നമ്മളുടെ സൗണ്ട് വരുന്നു, ഇലക്ട്രിക്കൽ എനർജി വരുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളുടെ ഡയഫ്രം മൂവ് ചെയ്യുന്നു. ആൻഡ് ഈ മൂവ്മെന്റ് ഈ കോൺ ടൈപ്പ് ഡയഫ്രം അല്ലെങ്കിൽ ഹോൺ ടൈപ്പ് ഡയഫ്രം ആണെങ്കിൽ അതിൽ കൂടെ ആണ് ഈ വൈബ്രേഷൻസ് പൊക്കോണ്ടിരിക്കുന്നത്. ഇതിനെ ഇലക്ട്രിക്കലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡയഫ്രത്തിന് നമ്മൾ മൂവ്മെന്റ് വരുത്തുന്നു, അതിന്ന് വൈബ്രേഷൻസ് എൻലാർജ് ചെയ്തിട്ടാണ്, അതായത് നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് സൗണ്ട് ആണ് സ്പീക്കറിൽ കൂടെ പുറത്തു വരുന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ജസ്റ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സൗണ്ട് ട്രാൻസ്ഡ്യൂസറിലാണ്. ഓക്കെ, സോ സൗണ്ട് ട്രാൻസ്ഡ്യൂസർ തന്നെ ഇൻപുട്ടും ഉണ്ട് ഔട്ട്പുട്ടും ഉണ്ട്. സോ ഇൻപുട്ടിൽ മൈക്കിനെ എന്ന് പറയാ, ആൻഡ് ഔട്ട്പുട്ടിൽ സ്പീക്കർ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. നമുക്ക് അടുത്തേക്ക് പോവാം. അതാണ് സൗണ്ട് ലെവൽ മീറ്റർ. സൗണ്ട് ലെവൽ മീറ്റർ it's a measuring instrument used to assess noise or sound levels by measuring sound pressure. Okay, സോ ഇതൊരു മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മളിപ്പോൾ ഫ്ലോ മീറ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഫ്ലോ മെഷർ ചെയ്യാനായിട്ട്. അപ്പൊ അതുപോലെ തന്നെ സൗണ്ട് ലെവൽ മീറ്റർ സൗണ്ടിന്റെ എന്തെങ്കിലും നോയ്സ് ആവാം, അതല്ലെങ്കിൽ സൗണ്ട് ലെവൽ ആവാം മെഷർ ചെയ്യുന്നത്. ആൻഡ് മെഷർ ചെയ്യുന്ന മെത്തേഡ് സൗണ്ട് പ്രഷർ നോക്കിയിട്ടാണ്, അതിന്റെ മെഷർമെന്റിലാണ് സൗണ്ട് ലെവൽ ഡിറ്റർമിൻ ചെയ്യുന്നത്. So it's also referred to as sound pressure level meter, SPL എന്നും പറയും. കാരണം എന്താ, സൗണ്ട് പ്രഷർ ബേസ് ചെയ്തിട്ടാണല്ലോ ഇത് മെഷർ ചെയ്യുന്നത്, അതുകൊണ്ട്. അതല്ലെങ്കിൽ ഡെസിബൽ മീറ്റർ എന്നും പറയാറുണ്ട്, നോയ്സ് മീറ്റർ ഓർ നോയ്സ് ഡോസിമീറ്റർ. So a sound level meter uses a microphone to capture sound. Okay, അപ്പൊ ആദ്യം സൗണ്ട് ക്യാപ്ചർ ചെയ്യും, ദെൻ അതിന്റെ പ്രഷർ മെഷർ ചെയ്യും, എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് അവർ ഡിസ്പ്ലേ ചെയ്യും. ഇതാണ് വർക്കിംഗ്. Sound is then evaluated with the sound level meter and acoustic measurement values are shown on the display of the sound level meter. The most common unit of acoustic measurement for sound is the decibel ആണ് യൂണിറ്റ് വരുന്നത്. ദെൻ കുറച്ചും കൂടെ വേറെ ഉണ്ട് സൗണ്ട് ലെവൽ മീറ്റേഴ്സ് ഓൾസോ ഡിറ്റർമിൻ ദ ഇക്വാലന്റ് കണ്ടിന്യൂസ് സൗണ്ട് ലെവൽ, LEQ എന്നുള്ള ഒരു മെത്തേഡിലും അതർ അക്കൗസ്റ്റിക് പാരാമീറ്റേഴ്സിലൊക്കെ വരുന്നുണ്ട്. എന്നാലും ഡെസിബൽ നോക്കി വെക്കുക. അപ്പോൾ ഇവര് ഒരു മൈക്ക് ഉണ്ട്, ആ മൈക്കിലൂടെ സൗണ്ട് എടുക്കുന്നു, ആ സൗണ്ടിന്റെ പ്രഷർ ലെവൽ ഡിറ്റർമിൻ ചെയ്യുന്നു, എന്നിട്ട് അത് ഡിസ്പ്ലേയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് മോസ്റ്റ്ലി ഡെസിബൽ ആയിരിക്കും അതിന്റെ യൂണിറ്റ് വരുന്നത്. With a portable sound level meter, industrial hygiene and workplace safety professionals can measure sound levels in multiple locations to ensure environmental conditions fall within recommended exposure limits. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിലും ഒക്കെ ഇത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. സോ ഇത് പോർട്ടബിളും ആണ് സൗണ്ട് ലെവൽ മീറ്റർ, അതുകൊണ്ട് തന്നെ അവർക്ക് ഡിഫറെന്റ് ലൊക്കേഷനിൽ അത് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾക്കൊരു റെക്കമെൻഡഡ് സൗണ്ട് ലെവൽസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, ലിമിറ്റ്സ് ഉണ്ടായിരിക്കും. സോ അതിനുള്ള തന്നെയാണോ കണ്ടീഷൻസ് വരുന്നത്, സൗണ്ട്സ് വരുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ഇത് പെർമനന്റ്ലി ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും ഫോർ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഓഫ് സൗണ്ട് ലെവൽ അറ്റ് എ വർക്ക് ഓർ ജോബ് സൈറ്റ്. സോ ഏതാണ്ട് ഇതുപോലെയാണ് പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ഉണ്ടായിരിക്കുക. സോ ഒരു മൈക്ക് ഉണ്ടായിരിക്കും, സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് ഇവിടെ അതിന്റെ മെഷറും വരുന്നതായിരിക്കും ഡിസ്പ്ലേയിൽ. So it is used for acoustic measurements and is a handheld instrument with a microphone. So the best type of microphone, ഇതിൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോഫോൺ കണ്ടൻസർ മൈക്രോഫോൺ ആണ് കേട്ടോ. അതിലെങ്ങനെയാ വെച്ചാൽ പ്രത്യേകത പ്രിസൈസ് ആയിരിക്കും മെഷർമെന്റ്, അതിന്റെ കൂടെ തന്നെ സ്റ്റേബിളും റിലയബിളും ആണ് അവര്. സോ ഡയഫ്രം ഓഫ് ദ മൈക്രോഫോൺ റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ എയർ പ്രഷർ കോസ്ഡ് ബൈ ദ സൗണ്ട് വേവ്. That is why the instrument is sometimes referred to as sound pressure level meter. അപ്പൊ മൈക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് അതിന് ഡയഫ്രം ഉണ്ടായിരിക്കും. ദെൻ വരുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന സൗണ്ടിന്റെ പ്രഷർ ലെവൽ അനുസരിച്ച് ഈ ഡയഫ്രം മൂവ് ചെയ്യുന്നു. ആൻഡ് ആ മൂവ്മെന്റിൽ നിന്നാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ വാല്യൂ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് സൗണ്ട് പ്രഷർ ലെവൽ മീറ്റർ എന്നും പറയുന്നത്. ദിസ് മൂവ്മെന്റ് ഓഫ് ദ ഡയഫ്രം, ദാറ്റ് ഇസ് ദ സൗണ്ട് പ്രഷർ ഡീവിയേഷൻ, ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. A microphone is distinguishable by the voltage value produced when a non-constant sound pressure is applied. This is known as the microphone sensitivity. So different microphones different sensitivity ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാല്യൂ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അവരുടെ സെൻസിറ്റിവിറ്റി മെഷർ ചെയ്യാവുന്നതേ ഉള്ളൂ. Then the instrument needs to know the sensitivity of the particular microphone being used. Using this information, the instrument is able to accurately convert the electrical signal back to a sound pressure and display the resulting sound pressure level. Okay, അപ്പോൾ നമ്മൾ സൗണ്ട് കൊടുക്കുന്നു, അപ്പോൾ മൈക്കും ഉണ്ട്, മൈക്കിന്റെ ഡയഫ്രം അതിന്റെ മൂവ്മെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ദെൻ അതുപോലെ ആദ്യം നമ്മൾ മൈക്രോഫോണിന്റെ സെൻസിറ്റിവിറ്റി കൂടി അറിഞ്ഞിട്ടുണ്ടാവും ആ ഇൻസ്ട്രുമെന്റിന്. ദെൻ ഇത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സൗണ്ട് പ്രഷർ ലെവൽ.
Then sound level meters are commonly used in noise pollution studies for the quantification of different kinds of noise, especially for industrial, environmental, മൈനിങ്ങിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, എയർക്രാഫ്റ്റ്, നോയ്സ് പൊല്യൂഷൻ. സോ അവിടെയെല്ലാം ഈ പൊല്യൂഷൻ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി ഈ സൗണ്ട് ലെവൽ മീറ്റർ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ അതായത് ഹ്യൂമൻ പെർസീവ് ലൗഡ്നെസ് ഉണ്ടല്ലോ, അതിന് ഇത് ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ, മൈനിങ് ഏരിയാസിൽ അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന സൗണ്ട് പെർസീവ് ചെയ്യാനുള്ള മീറ്റർ ഇതിനുള്ള ക്യാപ്പബിലിറ്റി ഇതിന് കുറവാണ്. അതിന് നമുക്ക് ലൗഡ്നെസ് മീറ്റർ എന്ന് പറഞ്ഞ വേറൊരു സിസ്റ്റം ഉണ്ട്, അതാണ് യൂസ് ചെയ്യാറ്. ഈ സൗണ്ട് ലെവൽ മീറ്റർ നമ്മളുടെ ഹ്യൂമൻ മെയ്ഡ് സൗണ്ടിനെ അല്ല ഉദ്ദേശിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ ഉണ്ടാവുന്ന നോയ്സ് പൊല്യൂഷനും സൗണ്ട് ലെവൽ ചെക്കിങ്ങിനൊക്കെയാണ് നോർമലി ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ സൗണ്ട് ട്രാൻസ്ഡ്യൂസറിന്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി ഹോൾ ഇഫക്ട് ട്രാൻസ്ഡ്യൂസർ, അപ്പൊ അതും കൂടി ഇത് ലാസ്റ്റ് സെക്ഷൻ ആയതുകൊണ്ട് ഒരുമിച്ച് ഒറ്റ വീഡിയോയിലാക്കുകയാണ്. അപ്പൊ ഹോൾ ഇഫക്ട് ട്രാൻസ്ഡ്യൂസേഴ്സും നമുക്ക് ഒരു ലെക്ചർ നോട്ട്സ് പോലെ പഠിക്കേ വേണ്ടു, കൺസെപ്റ്റ്സ് മാത്രം. സോ ഹോൾ ഇഫക്ട് ട്രാൻസ്ഡ്യൂസർ എന്താന്ന് പഠിക്കുന്നത്, ആക്ച്വലി ഇത് മാഗ്നറ്റിക് ഫീൽഡ്, നേരത്തെ നമ്മളിപ്പോ സൗണ്ട് മെഷർ ചെയ്യാനായിരുന്നു, ഇത് മാഗ്നറ്റിക് ഫീൽഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഹോൾ ഇഫക്ട് ട്രാൻസ്ഡ്യൂസർ. അപ്പൊ ആദ്യം ഹോൾ ഇഫക്ട് എന്താന്ന് നോക്കാം. ഹോൾ ഇഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ജനറേഷൻ ഓഫ് വോൾട്ടേജ് അക്രോസ് ദ ഓപ്പോസിറ്റ് എഡ്ജസ് ഓഫ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ വിച്ച് ഇസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അത് നമ്മൾ ഈ ഒരു സെൻസേഴ്സിൽ പറഞ്ഞ പലതിൻ്റെയും എഡ്ഡി കറണ്ട്, പ്രൊഡക്ഷൻ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫാരഡേസ് കറണ്ട്, പലതിലും ഒരുപാട് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ കൺസെപ്റ്റ്. ഇപ്പൊ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അത് കൂടെ അതായത് ഒരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ ഒരു വോൾട്ടേജ് പാസ് ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സോ ഇറ്റ് ഇസ് എ ജനറേഷൻ ഓഫ് വോൾട്ടേജ് അക്രോസ് ദ ഓപ്പോസിറ്റ് എഡ്ജസ് ഓഫ് എ കണ്ടക്ടർ, current carrying conductor which is placed in a magnetic field. So there is a magnetic field and we are placing a conductor and passing a current through it. Then in the opposite edges of the conductor there will be a voltage. സോ അതായത് നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിലെ ഇലക്ട്രോൺസും ഹോൾസും എല്ലാം മൂവ് ചെയ്ത് ഡിഫറെന്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നു, അതിനുള്ളൊരു വോൾട്ടേജ് ഉണ്ടാവുന്നു. ഇതൊക്കെയാണ് അതിന്റെ തിയറി വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. സോ വെൻ ആൻ ഇലക്ട്രിക് കറന്റ് പാസസ് ത്രൂ എ കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, a potential difference is developed across the conductor in a direction perpendicular to both magnetic field and the current, and its magnitude is proportional to the current and the magnetic field. This is known as the Hall effect, and it is basis for many magnetic field measuring instruments and devices. So the Hall effect element is a type of transducer used for measuring the magnetic field by converting it into an EMF. സോ ഹോൾ ഇഫക്ട് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിൽ നമ്മളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെക്കുകയാണ് എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എഡ്ജസിൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് ദിസ് വിൽ ബി ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അത് വന്നിട്ട് ഇസ് എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ കറണ്ട്, കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനും അതുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിനും ഓപ്പോസിറ്റ് ആയിരിക്കും, പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും ഈ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് അതവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോൾ ആ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഒന്നും നമുക്കിപ്പോൾ ആവശ്യം വരുന്നില്ല. അതായത് നമുക്ക് അറിയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇപ്പൊ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, കണ്ടക്ടർ, അതിലൂടെ കറണ്ട്, അപ്പൊ ഒരു വോൾട്ടേജ് ഉണ്ടാവുന്നു. ആ വോൾട്ടേജ് ഈ കറണ്ടിനും ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഹോൾ ഇഫക്റ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇതെന്താ മനസ്സിലാക്കുക, അതായത് ഈ ഒരു വോൾട്ടേജും കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും എല്ലാം പ്രൊപ്പോർഷണൽ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മെഷർ ചെയ്യുന്നെങ്കിൽ ജനറേറ്റ് ചെയ്ത വോൾട്ടേജോ അല്ലെങ്കിൽ കറണ്ടിന്റെ വാല്യൂ കിട്ടിയാൽ മതിയല്ലോ. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. സോ ദ ട്രാൻസ്ഡ്യൂസർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ മാഗ്നറ്റിക് ഫീൽഡ് ബൈ കൺവേർട്ടിംഗ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു EMF. സോ ദ ഡയറക്ട് മെഷർമെന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ അതുകൊണ്ട് നമ്മൾ ഇവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ഹോൾ ഇഫക്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ EMF ആക്കി, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു, എന്നിട്ടാണ് അത് മെഷർ ചെയ്യുന്നത്. സോ ഇത് മാഗ്നറ്റിക് മെഷർമെന്റിനും അതുപോലെ കറണ്ട് സെൻസിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഹോൾ ഇഫക്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ദ മെറ്റൽ ആൻഡ് സെമി കണ്ടക്ടർ ഹാസ് ദ പ്രോപ്പർട്ടി ഓഫ് ഹോൾ ഇഫക്ട് which depends on the density and the mobility of the electron and electric quantity which is easily measured by the analog and digital meter. അപ്പോൾ ഈ ഹോൾ ഇഫക്ട് കണ്ടക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ മെറ്റലും സെമി കണ്ടക്ടേഴ്സിനൊക്കെയാണ് ഈ ഒരു ഹോൾ ഇഫക്ട് പ്രോപ്പർട്ടീസ് ഉണ്ടാവുന്നത്. സോ അവരെയാണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇതൊക്കെ അതിന്റെ അപ്ലിക്കേഷൻസ് ആണ്. കുറെ ഏരിയാസിൽ ഏതൊക്കെ ഏരിയാസിലാണ് ഈ ഹോൾ ഇഫക്റ്റ് സെൻസേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. സോ ദേ ആർ മെയിൻലി യൂസ്ഡ് ഇൻ ബയോമെഡിക്കൽ, ഓട്ടോമാറ്റിക് ടെല്ലേഴ്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഓട്ടോമൊബൈൽസ്, പ്രോസസ് കൺട്രോൾ ഇൻഡസ്ട്രി, ഇങ്ങനെ ഒരുപാട് ഏരിയാസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ത്രെഷോൾഡ് ഡിറ്റക്ഷൻ, വെൻ ഇറ്റ് ഇസ് കമ്പൈൻഡ് വിത്ത് ത്രെഷോൾഡ് ഡിറ്റക്ഷൻ, ഏറ്റവും ഒരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യാം. അതുപോലെ തന്നെ അൾട്രാ ഹൈ റിലയബിലിറ്റി ആപ്ലിക്കേഷൻസ്, കീബോർഡ്, അതിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സ്പീഡ് ഓഫ് വീൽസും ഷാഫ്റ്റും ഒക്കെ ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ബ്രഷ്ലെസ് ഇലക്ട്രിക് ഡി സി മോട്ടോഴ്സിലൊക്കെ പൊസിഷൻ, പെർമനന്റ് മാഗ്നറ്റിന്റെ പൊസിഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡിവൈസസിൽ ലീനിയർ ട്രാൻസ്ഡ്യൂസറിന്റെ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ മാഗ്നറ്റിക് ഫീൽഡ്, മെയിൻ ഉദ്ദേശം അതാണല്ലോ, സെൻസിങ്, മാഗ്നറ്റിക് ഫീൽഡ് മെഷർ ചെയ്യാനും സെൻസ് ചെയ്യാനും അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡി സി കറന്റ് ട്രാൻസ്ഫോമേഴ്സിൽ കോൺടാക്ട്ലെസ് മെഷർമെന്റിനും ഹോൾ ഇഫക്റ്റ് സെൻസേഴ്സ് യൂസ് ചെയ്യും. അതുപോലെ ഫ്യൂവൽ ലെവൽസ്, ഓട്ടോമൊബൈൽസിലേക്ക് ഫ്യൂവൽ ലെവൽസ് ചെക്ക് ചെയ്യാനായിട്ടും ഈ ഒരു ഹോൾ ഇഫക്റ്റ് സെൻസർ യൂസ് ചെയ്യാം. അപ്പൊ ഈ ആപ്ലിക്കേഷൻസ് നോക്കി വെക്കുക. അപ്പോൾ ഇത് നമ്മൾ ഡീപ്പായിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല, നമ്മളെ സിലബസ് അത്ര ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇത്രയ്ക്കേ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ഈ ഒരു സബ്ജക്റ്റിന്റെ, അതായത് സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്നുള്ള സബ്ജക്റ്റിന്റെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് നോട്ട്സും എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എല്ലാം ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും കാര്യങ്ങളും പറയാനുണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് പറയുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എക്സാം ആകുമ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ. ഓക്കെ, സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.